സമയം കളയണ്ട. ട്യൂഷൻ ടീച്ചർ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവട്ടോ. വേഗം പോയിക്കോ. അതെ, സൂക്ഷിച്ചു പോണേ മക്കളെ. ശരിങ്ങളെ. ചേച്ചി ചായ പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ല. ചായയൊക്കെ തരാടാ. മോനെ നീ ഇവിടെ ഇരിക്കെ. നീ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോ? നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ ഇടയ്ക്കൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. സ്വപ്നോ? എന്ത് സ്വപ്നം? ഈ ആളിയനെ വീണ്ടും എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. ഈ വെളുപ്പാകാലത്ത് കണ്ട സ്വപ്നമാ. ഇനി അളിയനെങ്ങാനും അങ്ങനെ പറയൂ. അളിയോ ഈ ഷൂ മാറ്റാൻ സമയമായി. പുതിയത് വാങ്ങണം. പുതിയത് വാങ്ങുമ്പോഴേ കുറച്ചുകൂടി വില കൂടിയത് വാങ്ങണം. അത് നല്ല ഷൂ ആണല്ലോ, എനിക്കത് മതി. കാലിട്ടെ. ആര്യ ഞാൻ ഇട്ടോളാം, കുഴപ്പമില്ല. ഓക്കെ, റെഡിയല്ലേ? അല്ല, ചുരിദാർ ഇട്ട് ഓടുന്നത് തനിക്ക് ബുദ്ധിമുട്ടല്ലേ? ചുരിദാറിട്ടാണല്ലോ ഞാൻ എന്നും ഓടാറുള്ളത്. അല്ല, ട്രാക്ക് സൂട്ട് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. വേണ്ട, ഇനി ട്രാക്ക് സൂട്ട് വാങ്ങാൻ കൂടി കാശ് ചെലവാക്കണ്ട. ഇപ്പൊ തന്നെ ആര്യന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ആയില്ലേ. ഞാൻ ചുരിദാറിട്ട് ഓടിക്കോളാം. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് ഓക്കെയാ. എന്നാ പിന്നെ തുടങ്ങാം. ഈ പോസ്റ്റിൽ നിന്ന് തുടങ്ങി അവിടുത്തെ പോസ്റ്റിൽ പോയി തൊട്ടിട്ട് തിരിച്ചു വരണം. താൻ റെഡിയാണല്ലോ അല്ലേ? ഗെറ്റ് സെറ്റ്, ഓട് ഓട് ഓട്, വേഗം വാ വേഗം വാ. വാ 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 വാ, വേഗാവട്ടെ വേഗാവട്ടെ, വാ വാ. ഗോപാലിന് ഇവിടെ വരാമെന്നാണല്ലോ പറഞ്ഞത്. സ്പീഡ് മെച്ചപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 10 സെക്കൻഡ് മുമ്പേ താൻ ഓടിയെത്തി. എന്നാ പിന്നെ നമുക്ക് അടുത്ത റൗണ്ട് പോവാം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഞാൻ എടുത്തരാം. എത്ര നേരമായി ഗോപാല ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നു. പൈസ കിട്ടിയില്ല ബാലേട്ടാ. ATM ചെന്നപ്പോ അവിടെ കാശില്ല. ഇന്ന് ഞാൻ കടം കേൾക്കണം. ഒരു മാസത്തിൽ എന്തായാലും 4-5 കല്യാണത്തിന് പാചകം നിനക്ക് കിട്ടും. ഈ കിട്ടുന്ന കാശൊക്കെ എന്ത് ചെയ്യുന്നു? അതിന് ആര് കടം പറഞ്ഞു? ATM പൈസ ഇല്ലെന്നാ പറഞ്ഞേ. ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ടാ വരുന്നത്. അതെയോ? അതല്ലേ താമസിച്ചേ. എങ്കിൽ എടുക്ക്. ഗോമതി സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയാ ഒരാഴ്ചക്കുള്ളിൽ ഗോപാലിന് ആ പൈസ തന്നു തീർക്കണം. എനിക്കും കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതല്ലേ? ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക് ബാലേട്ടാ. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ ബാലേട്ടൻ പറഞ്ഞ പോലെ ചെയ്യും. അടുത്ത പ്രാവശ്യം ഇത് തന്നെ പറയരുത്. എന്നാ ശരി. മൂത്ത മരുമകൾ ടീച്ചറാ, രണ്ടാമത്തെ മരുമകൾ സർക്കാർ ഉദ്യോഗസ്ഥ, മൂന്നാമത്തെ മരുമകളെ പോലീസാക്കുന്ന കാര്യം ബാലേട്ടൻ എന്താ പറയാതിരുന്നത്? പോലീസ് ജോലിയോ? ആർക്കും ഇത്രയ്ക്കോ? പിന്നെന്തിനാ ദിവസം അവർ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നു? പ്രാക്ടീസ് ചെയ്യുന്നു? ആര്? എന്താ ബാലേട്ട ഒന്നും അറിയാത്ത പോലെ. ദേ അവർ ഓട്ടം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടില്ലേ? ട്യൂഷൻ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ഓടുന്നു. പോലീസ് ടെസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാ. ഗോപാല, വെറുതെ എന്തെങ്കിലും പറയരുത്. അത് പ്രാക്ടീസ് ഒന്നുമല്ല, അത് വെറുതെ ഓടുന്നതായിരിക്കും. വെറുതെയോ? അത് ശരി. അപ്പൊ ബാലേട്ടനൊന്നും അറിഞ്ഞില്ലേ?